ഈ കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിനെ താഴ്ത്തി കെട്ടുന്ന കമ്മ്യൂണിറ്റിനെ ഭയങ്കര മോശമായിട്ട് ഒരാൾ വളർച്ച എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ തറങ്ങി വെളിവില്ലാതെ നടക്കുക കള്ളത്ര കൊണ്ട് ജീവിക്കുന്നത്. എനിക്ക് ഈ ജാസിനെ അവരെ ഉപ്പ ഈ കള്ളവെടിക്കാത്തെങ്ങാനും ഉണ്ടാക്കിയതാണോ? സർജറി ടൈമിൽ ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട്. സർജറി ചെയ്യുന്ന അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. ജാസിയുടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്ത് ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഉറച്ചു പറയാം ജാസിയുടെ സർജറി കഴിഞ്ഞു എന്ന്. ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? എല്ലാവർക്കും നമസ്കാരം. എന്തോന്നടേ ജാസി, ആണുങ്ങൾക്കും അപമാനം പെണ്ണുങ്ങൾക്കും അപമാനം, രണ്ടുപേർക്കും അപമാനം. അപമാനത്തിന് ഒരു കുറവുമില്ല. മനുഷ്യന്മാരായ ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് നിൽക്കണം. അതിനും വേണം ഒരു ചങ്കൂറ്റം. അത് ജാസിയെ കൊണ്ട് മാത്രമേ കേരളക്കരയിൽ സാധിക്കത്തുള്ളൂ. ജാസിയെ പോലെ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് റീച്ച് ഉണ്ടാക്കി അതുവഴി ഒരു എങ്ങനെയെങ്കിലും ചവിട്ടിക്കയറി ബിഗ് ബോസിൽ പോവാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഇല്ലേ, ഈ ശുഷ്കാന്തി, ആ ശുഷ്കാന്തിക്കുള്ള ശുഷ്കാന്തി നമ്മളിപ്പോ തരാം. എന്തായാലും കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി, സഹി, കൂട്ടുകാരി രംഗത്ത് വന്നിട്ട് പറയുന്ന കണ്ണാടികൾ കേട്ട് കഴിഞ്ഞാൽ കവാലം നോക്കി കൊടുക്കാൻ തോന്നും, ഒരു പൊട്ടിക്കെങ്കിലും. അമ്മാതിരി രീതിയിലുള്ള കൊണ്ണാട്ടിയാണ് കേൾക്കുന്നത്. എന്തായാലും ആദ്യം ഒരാൾ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാൻ കേട്ടോ. അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് ചത്തു. നമ്മളില്ലേ ഇതില്, നമ്മൾ മാറിയിരുന്ന് ഗാലറി ഇരുന്ന് കളി കണ്ടാൽ മതി. അവര് പറയുന്ന വാക്കുകൾ ഓരോന്ന് കേൾക്കുമ്പോൾ ചിരിച്ച് ചത്തു. അമ്മാതിരി സാരോട് അവർ പറയുന്നത്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി പറകണേ. ജാസി, നീ ഈ കേരളം ഖ്യാതിക്കും, അതിനു മുന്നേ നീ ഞാൻ ഖ്യാതിക്കും നോക്കാം. ആശയോടൊന്നും പറയാനില്ല. എനിക്ക് ആശയോടാ ചോദിക്കാനില്ല. എടാ നിനക്ക് നാണമില്ലേടാ? നിനക്കൊരു പണിക്കും പോയി ജീവിക്കടാ. നീ എന്തിനാടാ ഈ കള്ളത്തരത്തിനൊപ്പിച്ച് ഒന്ന് തുള്ളാൻ നിൽക്കുന്നേ? എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് മേലാണെങ്കിൽ പണിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇതിന്റെ വാലും തൂക്കി നടക്കുന്നത്. പാർട്ണറൊക്കെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ട്രാൻസിൽ കുറെ ആൾക്കാർക്ക് പാർട്ണറൊക്കെ ഉണ്ട്. അവര് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതൊന്നും അല്ലായിരിക്കാം, പക്ഷെ പണിയെടുക്കുന്നതിന്റെ ഒരു വീതം കൊടുത്ത് അവരെ നോക്കുന്നുണ്ട്. നിന്നെ പോലെ രാവിലെ വോട്ടിട്ട് ഈ ഊള പരിപാടിക്ക് നടക്കുമല്ല എപ്പോ നോക്കിയാല്. എനിക്ക് നിന്നോട് ചോദിക്കില്ല, എനിക്ക് ജാസിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മീഡിയ പ്രാന്ത് കയറി തറങ്ങി വെളിവില്ലാതെ നടക്കുക കള്ളത്ര കൊണ്ട് ജീവിക്കുന്നത്. എനിക്ക് ഈ ജാസിനെ അവരെ ഉപ്പ ഈ കള്ളവെടിക്കാത്തെങ്ങാനും ഉണ്ടാക്കിയതാണോ? കാരണം വായെടുത്താൽ കള്ളമല്ലാതൊന്നും പറയത്തില്ല. കള്ളവും കള്ളത്തരവും മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരാള് ഈ ജാസിയുടെ ഉപ്പ കാണുമ്പോൾ വേണമെന്ന് ചോദിക്കണം, നിങ്ങൾ കള്ളവെടി വെച്ചുണ്ടായതാണോ എന്ന്. നേരായ മാർഗത്തിലുണ്ടായതാണെങ്കിൽ ഇത്രയും കടം നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയും. പക്ഷെ ഇമാതിരി തണ്ടയിലായ്മ പിടിച്ച കള്ളത്തരമൊക്കെ ഇത് ആദ്യമായിട്ടാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു കാര്യം പറയുമ്പോ അത് കൃത്യമായിട്ട് പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇത് പറയാൻ നിൽക്കരുത്. നീ വളരെ ഹൈഡ് ചെയ്ത് അവിടെ ഇവിടെ തൊടാതെ നീ സംസാരിക്കുന്നോണ്ടാണ്. അതൊക്കെ വിട്ടേക്ക്. ജാസിയുടെ കാര്യം ജാസ് നോക്കിയോളൂ. എനിക്ക് ആശയോടാ ചോദിക്കാനുള്ളത്, എടാ നിനക്ക് നാണോ മാനമില്ലോടാ ജന്തു? നീ വീട്ടിൽ പോകാത്തന്റെ കാര്യം എനിക്ക് മനസ്സിലായി. നിന്റെ വീട്ടുകാർ വിളിച്ചിട്ട് പോലും നീ മിടുക്കനാണെങ്കിൽ, നീ ആണായിട്ട് നീ ആണുങ്ങളുടെ വില കളയാൻ, നീ ബൈസെക്ഷൽ ആണെന്നല്ലേ പറയുന്നേ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? നീ അതിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോ അല്ലേ? ഇല്ലെങ്കിൽ നീ വീടെടുത്ത് നിന്റെ ചെലവ് ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഈ ഊള പരിപാടിക്ക് നിന്ന് ഇനി എവിടെയായാലും വെച്ച് കണ്ട എന്റെ മോനെ ആശി നിന്നെ ഈ വാരിച്ചിട്ട് ഇടിച്ചു കൂട്ടിയിട്ട് ഇടിക്കും. മനസ്സിലായോ? ഒരു ദാക്ഷിണ്യമില്ല. നീയൊക്കെ കൂടി ഈ വഷളാക്കുന്നത് കൊണ്ടാണ് ആ വട്ടി ഈ പ്രാകളയിൽ കിടന്ന് നടക്കുന്നത്. മര്യാദ പാർട്ണർ ആണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വേണം, അതിനുള്ള ഉറപ്പ് വേണം. അതില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. മനസ്സിലായല്ലോ? സത്യമായിട്ടും ആശി ഞാൻ നിനക്കട്ടെ തരുവുള്ളൂ. വളച്ചു കൂട്ടിയിട്ട് ഇടിക്കും നിന്നെ. മനസ്സിലായോ? പൊതു വഴിയിലിട്ട് ഇടിച്ചു കൂട്ടും പിന്നെ ഞാനൊക്കെ. ഞാനെന്നല്ല, ഞങ്ങൾ കുറെ പേര്. മനസ്സിലായോ? പറഞ്ഞാൽ നീ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണം. വന്നിട്ടും കാര്യമില്ല. നിന്നെക്കാട്ടിലും ഉറപ്പും ശൗര്യവും എനിക്കുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പറയാം, നേരം വെളുക്കുമ്പോൾ തുടങ്ങി. പിന്നെ നാട്ടുകാരോട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇവന്റെയൊക്കെ ഈ കള്ളത്തരത്തിന്റെ തെളിവ് അന്വേഷിച്ച് നടക്കാനായിട്ട്? ഈ ജാസി എന്ന് പറയുന്ന ജന്തു, എന്റെ വായിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അങ്ങനെ വിളിച്ചാൽ എനിക്ക് സോറി. കാരണം അവൻ പറയുന്നത് അങ്ങനെയാണ്. ID കാർഡ് എടുത്ത് ഒരു ട്രാൻസ്ഫോമർ ആയി പോയില്ലേ, വേറെ വഴിയൊന്നും ഇല്ല. അതുകൊണ്ട് പറയുന്നതാ. നീ ഈ റീച്ചിന് വേണ്ടി നീ കളിക്കുന്നുണ്ടെങ്കിൽ നീ ഗേ ആയിട്ടിരുന്നപ്പോഴും നീ ഈ പറയുന്ന പഴയ ആൾക്കാർ പറയുന്ന ഗുണ്ടനായിരുന്നപ്പോഴും എല്ലാം നിനക്ക് റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ നീ ഈ റീച്ചിന് വേണ്ടി ഈ കൊള്ളരുതായ്മയൊക്കെ വിളിച്ച് മറ്റു കമ്മ്യൂണിറ്റീസിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ജാസി നീ പറഞ്ഞ ഇടി വാങ്ങിക്കാൻ പോകുന്ന ആശയ നിരത്തിയിട്ടിടിക്കും. മനസ്സിലായല്ലോ? ഉള്ള കാര്യം നീ വേണമെങ്കിൽ ഇതിന്റെ പേര് എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ കേസ് കൊടുക്കാൻ കേസ് കൊടുക്കുക. എന്നാലും ആശിക്കട്ടായിരിക്കും തരാൻ പോകുന്നത്. എവിടെയെങ്കിലും ഒക്കെ വെച്ച് കിട്ടും. ഒരാശ്വാസം. അപ്പൊ കേട്ടല്ലോ,
ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശി നിനക്കാണ് എവിടെ കണ്ടാലും ഇടി കിട്ടാൻ പോകുന്നതെന്ന്. ഈ മറ്റവന്റെ അവിടെ തൂങ്ങി നടന്ന് നിനക്കാണ് ഇടി കിട്ടാൻ പോകുന്ന നാട്ടുകാരുടെ കയ്യിൽ നിന്ന്. താമസിയാതെ അത് കിട്ടും. നീ നോക്കിയിരുന്നോ, നിനക്ക് ഇപ്പൊ കിട്ടും എപ്പോ കിട്ടുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു. മിക്കവാറും താമസിയാതെ എനിക്ക് ഇടിയുടെ കൂമ്പാരവും കിട്ടും എന്നാണ് ഞാനും മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ. ഞാൻ അതുപോലെ വേറൊരു കാര്യം പറയാം. ഈ ജാസി കാരണം ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് മൊത്തം നാണക്കേട്. ഒന്നാതെ മറ്റേ കൊട്ടാരക്കരയൊക്കെ വന്നിട്ട് സമരം ചെയ്ത് ഹുണ്ടിയൊക്കെ കാണിച്ചത് എല്ലാം നാട്ടുകാർ കണ്ട് പച്ച പള്ളും വിളിച്ച് അപരാധങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ തന്നെ അടിച്ചമർത്തി തുപ്പി തൂറി എറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി ജാസിയെ പോലെയുള്ള ഒന്ന് സിംഗിൾ ആയിട്ട് ഇവിടെ ഒരു യുദ്ധം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കും കൂടി നാണക്കേടാണ്, വളരെയധികം നാണക്കേടാണ്. ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളെ കൂടുതൽ വെറുക്കും. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബേസ് ചെയ്തിട്ട് നല്ല കാര്യങ്ങളൊന്നും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഏത് ഒന്നീ നിങ്ങളുടെ ഓഞ്ഞ സമരം അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കാട്ടപരാധങ്ങൾ വന്നിട്ട് ഓരോന്ന് കാണിക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും ഉടായ്പകളും നക്കിത്തനങ്ങളും കാണിക്കുന്നതല്ലാണ്ട് നല്ലൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു കാലത്തും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ സീസണോടെ പൂർണ്ണമായിട്ട് കമ്മ്യൂണിറ്റി, അതായത് ബിഗ് ബോസ് സീസൺ 7 ഞാൻ പൂർണ്ണമായിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ടേ ചെയ്യത്തില്ല. മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് ജീവിക്കാം, പക്ഷെ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ നാടിന് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിലും മനസ്സിലാക്കിയപ്പോൾ വച്ച് നിർത്തി. ഇനി വേണ്ട, മാന്യമായിട്ട് ജീവിക്കുന്നവർ ജീവിച്ചോ, പക്ഷെ ഇവരാണ് ശരിയെന്നുള്ള രീതിയിൽ സമൂഹത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് വളരെയധികം പല രീതിയിലും മോശം കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ഫാക്ട് ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങത്തുമില്ല. പക്ഷെ മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് ജീവിക്കാം. ജാസി, നീ കാരണം നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള സകലമാന ആൾക്കാർക്കും കൊണ്ട് പൊട്ടി ഇളകിയിരിക്കുകയാണ്. നീ ഒറ്റ ഒരുത്തൻ കാരണം, നീ ഒരുത്തനാ ഉറത്തിയായി കിടയാതെ. എന്തായാലും നീ ഒരുത്തൻ കാരണം നിന്റെ കമ്മ്യൂണിറ്റി മൊത്തം നാണം കെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നീ കൊണ്ട് എത്തിച്ച്. ഇതിനാരാ ഉത്തരവാദി? നിന്റെ വ്യാജ ഗർഭം. അയ്യോ, നിനക്ക് പറയാൻ മുട്ടിയിരിക്കുന്നു നിന്റെ വ്യാജ ഗർഭം. അതിനുശേഷം നിന്റെ വ്യാജ സർജറി, നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിച്ച് റീച്ച് ഉണ്ടാക്കി ബിഗ് ബോസ് സീസൺ 8 കയറാൻ കാണിക്കുന്ന നിന്റെ ഈ കോപ്രായങ്ങൾ നിനക്ക് ഉളുപ്പില്ലേ സഹോ എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ല. എങ്ങനെ റീച്ചും പൈസ ഉണ്ടാക്കി ഈ ലോകത്തേക്ക് അത് പെരളണമെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിന്നേക്കാ പോലെയുള്ള അവന്മാരെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അംഗീകരിക്കാൻ കുറച്ച് വെളിവും ബോധവും ഇല്ലാത്ത ആൾക്കാർ. ബോധവും വെളിവുള്ള ഒറ്റ മനുഷ്യൻ നിന്നെ ജീവിതകാലത്ത് അംഗീകരിക്കൂല. എന്റെ പൊന്നളിയാം, നീ ഹെലനെ പൊക്കി കാണിച്ചില്ലേ, അപ്പൊ തന്നെ നീ വീണ്ടും കയറില്ലേ. നീ ഇത്രയും മ്ലാച്ഛമായ ഒരുത്തനാണ് എന്നുള്ള കാര്യം വീണ്ടും നാട്ടുകാരറിഞ്ഞു. അല്ലെങ്കിൽ നിന്നേക്കൊക്കെ പൊക്കി കാണിക്കൽ കുറച്ച് കൂടുന്നുണ്ട്. കൊട്ടാരക്കാര സമരത്തിൽ ഓർമ്മയില്ല, പൊക്കി കാണിക്കൽ കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പൊ നീ ഇതാ വന്ന് വീണ്ടും പൊക്കി കാണിച്ചിരിക്കുന്നത്. എന്തുപാട് നിനക്ക് പൊക്കി കാണിക്കൽ നിനക്കൊക്കെ എന്തെങ്കിലും ഹരം കൊള്ളിക്കുന്നുണ്ടാ? കൊള്ളാം, നല്ല ആടി പോണ ചിമിട്ടനാണ്. ഇനി ജാസി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, കേട്ടു നോക്കാം. ഈ കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിനെ താഴ്ത്തി കെട്ടുന്ന, കമ്മ്യൂണിറ്റിനെ ഭയങ്കര മോശമായിട്ട് ഒരാൾ എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ. എന്തിനാണ് ഇത്ര വലിയ ഒരു കുശുമ്പ്? എന്തിനാണ്? ആരെങ്കിലും വളർന്നോട്ടെ, ഏതെങ്കിലും കമ്മ്യൂണിറ്റി വളർന്നോട്ടെ, ഏത് കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? നിങ്ങൾക്കൊക്കെ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നു. നിന്നെ പോലുള്ളത് വന്നിട്ട് ഉടായ്പകൾ കാണിക്കുമ്പോൾ നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ. ഈ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയോടെ നിൽക്കണം. അല്ലാണ്ട് നിന്നെ പോലെയുള്ള വേഷം കെട്ടിയ സാധനങ്ങൾ വന്നിട്ട് ഈ സൊസൈറ്റി കിടന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും വളർന്നോട്ടല്ലേ. നീ അങ്ങനെ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും വളരണ്ട. നീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളെ പേക്കൂത്തുകളും ചൂണ്ടിക്കാണിക്കും. നീയൊക്കെ അങ്ങനെ വളരണ്ട. അമേരിക്കയിൽ നിരോധിച്ച പോലെ ഇവിടെ നിരോധിച്ച അത്രയും നല്ല കാര്യമെന്നേ പറയത്തുള്ളൂ. കാരണം നിന്റെ കമ്മ്യൂണിറ്റി എന്നിട്ട് നല്ലതായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ ആൾക്കാരും അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്, ഇതുപോലുള്ള ഉടായ്പകൾ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ മാന്യമായിട്ട് ജീവിക്കുന്നവർക്കും കൂടി നാണക്കേടുണ്ടാക്കി നീയൊക്കെ എന്തായാലും കൊടി പിടിച്ചിരിക്കുകയാണ്. പിന്നെ നീ പറഞ്ഞല്ലോ ഈ കമ്മ്യൂണിറ്റിയെ എന്തോന്നു നാണം കെടുത്തുന്ന കുറച്ച് പേരുണ്ടെന്ന്. അതിൽ മെയിൻ നീയാണ്. ഇന്ന് നീയാണ് ഏറ്റവും കൂടുതൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീക്ക് എവിടത്തെ മറ്റേ ആശിയുടെ മൊണ്ണ വാഴ മരമൊണ്ണ ആശി, നിനക്ക് ഉളുപ്പുണ്ടാ? നീ ബൈസെക്ച്വലാ യാ സെക്ച്വലാ? എന്തായാലും നിനക്ക് ഉളുപ്പില്ലാണ്ട് കയറി നിൽക്കുന്നുണ്ടല്ലോ വാഴ കണക്കിന്. ഇങ്ങനെ ഒരുത്തൻ സ്വന്തം ഉമ്മാനെ തിരിഞ്ഞു നോക്കാതെ ഈ വാഴയോടെ വന്ന് നിന്നിട്ട് പടുവാഴയായിട്ട് നിൽക്കുന്ന മരമൊണ്ണ. അല്ലാണ്ട് നിനക്ക് എന്നാ പറയാനാ? ദേഷ്യം വരുന്നത്. ഇനി ഇവളെ സപ്പോർട്ട് ചെയ്തോണ്ട് ഈ ജാസി മോനെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് വേറൊരുത്തി ഇറങ്ങിയിട്ടുണ്ട്, ശ്രീലക്ഷ്മി. യവക്ക് മുട്ടയടിച്ചപ്പം വെളും ബോധം പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി രീതിയിൽ വന്നിരുന്നത് എന്തൊക്കെയോ വായത്തോന്നോ കോതയ്ക്ക് പാട്ട് അവൾ വിളിച്ച് പറയാണ്. ഇത്രയും വിവരമില്ലായ്മയും കൊണ്ട് നടക്കുന്ന ഒരുത്തി ആയിപ്പോയല്ലോ ശ്രീലക്ഷ്മി. നീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇത്ര എന്തുവാ നീയൊക്കെ യാതൊരു ലോകത്തടി ജീവിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല.
സർജറി ടൈമിൽ ശ്രീലക്ഷ്മി കൂടെ ആ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട്. സർജറി ചെയ്യുന്ന അന്ന് മുതൽ ഇന്നീ നിമിഷം വരെയും ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. ജാസിയുടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്ത് ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഉറച്ചു പറയാം ജാസിയുടെ സർജറി കഴിഞ്ഞു എന്ന്. ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസി കുട്ടിക്ക് ജന്മം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടുന്നേലും എടുത്തു വളർത്താനായിരിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക്. നിനക്ക് ഉളുപ്പുണ്ടോ? അതില്ലെന്ന് മനസ്സിലായി. നിനക്ക് ബോധമുണ്ടോ? അതും ഇല്ലെന്ന് മനസ്സിലായി. എന്തോന്നടേ ജാസി എവിടെയെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ജാസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞുള്ളൂ, കുഞ്ഞിന് ജന്മം നൽകാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ പ്രഗ്നന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നിനക്ക് വെളിവുണ്ടാടി? അയ്യേ, നീ എവിടെ നിന്ന് പറഞ്ഞത്? കുറ്റി പറിച്ചുകൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വയറിലുണ്ടാവുന്നു എന്നല്ലേ അർത്ഥം? നിനക്കൊക്കെ ഇതൊക്കെ എവിടെ നിന്നാ കുറ്റി പറിച്ചുകൊണ്ട് വന്നത്? കോപ്പുകള് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിന്റെയൊക്കെ വിവരമില്ലായ്മ നോക്ക്. പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞോളൂ, കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോണെന്ന് പറഞ്ഞില്ല. അത് ചിലപ്പോൾ ദത്തെടുക്കും. അപ്പം പ്രഗ്നന്റ് ആയിട്ട് കുട്ടിയെ ദത്തെടുക്കൂ? ശരി മോനെ, ആ AJPയുടെ കൂടെ വന്ന ടീമല്ലേ ഇതൊക്കെ? ഇതിനൊക്കെ ഇത്രയും വെളിവും ബോധവും പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയും അധപ്പതിച്ച മനുഷ്യന്മാർ ഇപ്പോഴും ബാക്കിയാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ കുട്ടിക്ക് ജന്മം കൊടുക്കുകയാണെന്ന് പറഞ്ഞില്ലല്ലോ. ശരി പൊന്നളിയാ, ഇതൊക്കെ എവിടെ നിന്നാ കുറ്റി പറിച്ചോണ്ട് വരുന്നത്? അയ്യയ്യയ്യേ, മുടി വെട്ടിയപ്പോ നിന്റെ ഉള്ള വെളവും കൂടി പോയ മൊട്ടയടിച്ച മൊട്ട സുവ കെട്ട സുവാടാ അന്ത മാതിരി എന്താ പണി വെച്ചിരിക്കേ? അയ്യേ, ഏത് പള്ളിക്കൂടത്തിലാണോ ഇതൊക്കെ പറഞ്ഞാൻ പോയത്? ജാസിയുടെ പ്രഗ്നൻസി അറിയാലോ, ഉടായ്പിന്റെ പീക്ക് ലെവലിലുള്ള കുറെ നാടകങ്ങൾ കാണിച്ചു കൂട്ടി. തലേനെ എടുത്തു വെച്ചിട്ട് പില്ലോ എടുത്തു വെച്ചിട്ട് ഓരോ ഉടായ്പകൾ കാണിച്ച്, എന്നിട്ട് ഈ പരിപാടി കാണിച്ച്, അങ്ങനെ കുറെ ഉടായ്പകൾക്ക് ശേഷം അവസാനം എന്താ വന്നിരിക്കുകയാണ് ശ്രീലക്ഷ്മി. പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞോളൂ, കുഞ്ഞിന് ജന്മം നൽകാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. നീയൊക്കെ ഒരു സ്ത്രീയാണ്, നിനക്കൊക്കെ ഇതിന്റെ വല്ല തേങ്ങ അറിയാമോ? നീയൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വരുന്നത്? ബോധവും വെളിവില്ലാത്ത സാധനങ്ങൾ, ഇത്രയും വിവരമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ സൊസൈറ്റിയിൽ വീണ്ടും ബാക്കിയാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അയ്യയ്യോ, കഷ്ടം, പരമ കഷ്ടം. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ്. ആരും ഒന്നും അംഗീകരിക്കില്ല. ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. അപ്പൊ എന്നെ എന്നെ കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു, പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാകാൻ വേണ്ടിയിട്ട്. അതാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നീ നിന്റെ ജാസി ഇപ്പൊ ചെയ്യുന്ന അതാണ്. എവിടെയോ യാതൊരു അടുപ്പിന്റെ അകത്ത് കിടക്കുകയായിരുന്നു, ഇപ്പൊ കണ്ടന്റിന് വേണ്ടിട്ട് വന്നിരുന്ന് കൊണയടിക്കുകയാണ്. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? നിനക്കൊക്കെ ഉളുപ്പ് പോട്ട് കുറച്ച് ബോധമെങ്കിലും ഉണ്ടാ? നീക്ക് എന്താ പറയുന്നത്? ഹെലനാണ് ഈ പറഞ്ഞത് കണ്ടന്റിന് വേണ്ടിയിട്ട് വന്നെന്ന്, ഹെലൻ റീച്ചിന് വേണ്ടിയിട്ട് വന്നെന്ന്. നീ ഒന്ന് പറ, എനിക്ക് ഇതിന് ഉത്തരം എന്താ? ഹെലനെ ഫോൺ വിളിച്ചിട്ട് മറ്റേ സിലിക്കോൺ സാമാനം എടുത്ത് പൊക്കി കാണിച്ചു കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കണം. നിനക്കൊക്കെ ഉളുപ്പുണ്ടാ? നീയാണ് കൂടെ ഒന്ന് ടേക്ക് കെയർ ചെയ്തെന്ന് പറയുന്നത്. നീ എന്ത് തേങ്ങയോ ചെയ്? നീ പറഞ്ഞത് എന്താ? നീ പറയുന്നത് എന്താ? ബോധമില്ലാത്തവളെ, അല്ലാണ്ട് എന്നാ പറയാനാ നിന്നെയൊക്കെ? നീ എന്താ പറഞ്ഞത്? ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞോളൂ, കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ ഇനി ചിലപ്പോ ദത്തെടുക്കാനായിരിക്കും. ദത്തെടുക്കാൻ എന്തിനാണോ പ്രഗ്നന്റ് ആവുന്നത്? ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്ത നീയൊക്കെ ആണല്ലോ കൂടെ നിന്ന് സൂക്ഷിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാ അല്ല, ചക്കിക്കുത്ത് ശങ്കരന്മാരെ തന്നെയാണ്. കുറെ ബോധമില്ലാത്തതെല്ലാം കൂടി ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങി ഇങ്ങനെ. ആ മൊണ്ണ ആശി ഡൈ, നീ പണി വെച്ചെടുക്കാൻ ഒന്നും പറയാനില്ല. എന്തായാലും ശ്രീലക്ഷ്മി, നിനക്കുള്ള മറുപടി ഹെലൻ തരട്ടെ എത്രയും പെട്ടെന്ന്. ഹെലൻ നിനക്കുള്ളൊരു മറുപടി തരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ്. കാര്യമായിട്ടെ, ചുമ്മാ അറിഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞ അത്രയ്ക്ക് ഞാൻ കട്ട വെയിറ്റിംഗിലാണ്. ഇനി ഹെലൻ പറഞ്ഞൊരു വീഡിയോ കൊടുക്കുക. നിങ്ങൾ ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്ന് ആൾക്കാർ പറയട്ടെ, എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ, ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന നായി
പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല, ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോലെ അത് മനസ്സിലായിട്ടില്ല, മനസ്സാക്ഷിയില്ല, കണ്ണിച്ചോറിയ കണ്ണില് ഞാൻ പറയുന്നില്ല. ഞാൻ നടന്ന് നിങ്ങൾ മര്യാദക്ക് എന്റെ വീഡിയോ കാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ സർജറിയെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം വിവിന്റെ വീഡിയോയില് പിന്നെ വേറെ ഏതൊരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആള് വന്നിരുന്ന് പറയുന്നുണ്ട്, റെനെ മെഡിസിറ്റിയിൽ വിളിച്ച സമയത്ത് അവര് ബബ്ബ അടിക്കുന്നുണ്ട്, ജാസി പിന്നെ വേറെ ഏതോ ആവശ്യത്തിനാണ് വന്നത്, സർജറി ചെയ്യാനല്ല വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ വല്ല മൂലക്കുരു, ആൾക്കാർ പറഞ്ഞ പോലെ വല്ല മൂലക്കുരു ആയിരിക്കും, പറയാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, മൂലക്കുരൊക്കെ വരാം. ഓക്കെ. അപ്പോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ഏത് സെക്ഷനിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്, അങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നതാണ് ബെറ്റർ. ആ ഹോസ്പിറ്റലിനെതിരെയും ഈ പറയുന്ന നായിക്കെതിരെയും കേസ് ഫയൽ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇനി ഹോസ്പിറ്റലുകാർ വിളിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസി നിനക്ക് അവർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം. ഹോസ്പിറ്റലുകാര് എന്റെ പിന്നെ ഇത് മുറിച്ചിട്ട് ആടെ സിലിക്കോൺ പറ്റിച്ചു എന്നിട്ട് അവര് പറഞ്ഞു ആൾക്കാരോട് പറ്റിച്ചിട്ടില്ല, സിലിക്കോൺ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിനക്കും കൊടുക്കാം. കേട്ടല്ലോ, ഇത് എലന അന്ന് എടുത്തു കൊടുത്ത വീഡിയോ ആണ്. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുത്തന്നേ ഉള്ളു. അമ്മാതിരി രീതിയിൽ അവളും നല്ല ഒന്നാം തരം ചിമ്മിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്, അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇനി കുറച്ച് നാളത്തേക്ക് ജാസ്തി നേരെ എണീക്കത്തില്ല. എടാ നിനക്ക് ഉളുപ്പില്ലേ എന്റെ പൊന്നളയാ, നീ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാനായിട്ട്? നാണം കെട്ട് ഈ ഇല്ലാത്ത ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ നാട്ടുകാരുടെ വായിക്കുന്ന പച്ചത്തെറിയും വാങ്ങിച്ചു കൂട്ടിയിട്ട് നിനക്ക് നാണമില്ല. നീ ബിഗ് ബോസിന്റെ അകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. കുറെ സീസണായിട്ട് ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ സീസണിലെങ്കിലും എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രോവേഴ്സി ഉണ്ടാക്കിയിട്ട് അതുവഴി കയറാനുള്ളൊരു തത്രപ്പാടല്ലേ. പക്ഷെ എന്റെ പൊന്നളി, ഞാൻ ഉള്ള കാര്യം പറയാം, നീ അകത്ത് പോയാൽ ഇവിടെ പുറത്ത് നിന്നെ ഈ കീറിയത് പോലെയും കീറത്തില്ല, ഇതിന്റെ അപ്പുറത്ത് കീറും. പുറത്തിറങ്ങുമ്പോൾ നിനക്ക് മറ്റേ മുണ്ട് തലയിൽ കൂടി ഇട്ടുകൊണ്ട് പോകാൻ പോലും പറ്റൂല. ആ രീതിയിൽ വലിച്ചു കീറി ഒട്ടിക്കും. ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറയാണ്. കാരണം നീ അവിടെ എന്ത് കോപ്രായം ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കും. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ല. കാരണം നീ അമ്മാതിരി അപരാധമാണ് ഈ പുറത്ത് കാണിച്ചു വെച്ചിട്ട് പോകുന്നത്. നീ അവിടെ പോയിട്ട് ഇന്ന് പോസിറ്റീവ് ഉണ്ടാക്കിയിട്ട് വലിയ പോസിറ്റീവ് എനർജി വാരി കൂട്ടി വയ്ക്കാമെന്ന് നിനക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. അവിടെ പോയിട്ട് നന്മമാരെ കളിച്ച് അഭിനയിച്ച് നിന്ന് കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നീ വിചാരിക്കരുത്. നീ അവിടെ നല്ലത് കാണിച്ചാൽ കൂടി ഞാൻ അതിൽ നിന്നെ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും. അതുള്ള കാര്യമാണ്. കാരണം നീ അമ്മാതിരി അപരാധമാണ് ഈ പുറത്ത് കാണിച്ചു വയ്ക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടും ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടും നീ കാണിക്കുന്ന അമ്മാതിരി അപരാധമാണ്. നീ നല്ല ചെയ്താൽ കൂടി എനിക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാൾ അപ്പുറത്തെ പോക്കൃത്തനാണ് നീ പുറത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നീ കാണിക്കുന്ന കളിയില്ലേ എന്നാൽ മറ്റേടുത്ത കളിയായിപ്പോയി. ഇനി നമ്മുടെ നെണാസുനയുമായിട്ട് നിന്റെ ഒരു പ്രഗ്നന്റ് വീഡിയോ ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇതാണ് മറ്റേ ശ്രീലക്ഷ്മി പറഞ്ഞത്. പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞോളൂ, നമ്മള് കുഞ്ഞിന് ജന്മം നൽകാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ. എവിടെ നിന്നോന്താ ഈ വിവരമില്ലാത്തൊക്കെ വന്ന് ഇരിക്കുന്നത്? പ്രഗ്നന്റ് ആയ കാര്യം പറഞ്ഞില്ലേ? 4 മാസം കഴിഞ്ഞപ്പോ കുഞ്ഞിക്കാര് കാണുമ്പോ അല്ലേ? അതെ, അടിപൊളിയാവും. ജാസിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, കുട്ടികളെ ഭയങ്കര ഇഷ്ടം. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നത്. നാണമില്ലാത്ത ഇങ്ങനെ കുറെ എണ്ണം അതിന്റെ ഇടയിൽ കൂടി ചുക്കാൻ പിടിക്കുക. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നില്ല, അത് നല്ലതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാട്ടപരാധിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രേണു നിനക്ക് നാണമില്ലേ? പിന്നെ അതിന് പണ്ടേ ബോധം വെളിവും ഇല്ല. അതുകൊണ്ട് ഇമാതിരി നാടകങ്ങളും കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇമാതിരി കള്ളങ്ങൾ പടച്ചു വിടുന്ന ഇവനെ പോലുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ? പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞും കൊണ്ട് ഒരുത്തം വന്ന് അഭിനയിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്ത് വിടാൻ രേണു സ്തുതി കൊള്ളാം. എന്തായാലും നല്ല ആണിമുള ചെമിട്ട് കേസുകളാണ് നീയൊക്കെ എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളാണ്. സപ്പോർട്ട് ചെയ്യരുത്. ബിഗ് ബോസിൽ കയറിയാൽ കൂടി സപ്പോർട്ട് ചെയ്യല്. അതിന് വേണ്ടിയിട്ടാണ് ഈ പുറത്ത് കോൺട്രോവേഴ്സീസ് ഉണ്ടാക്കുന്നത്. കയറാതിരിക്കാൻ പറ്റട്ടെ. കാരണം എന്ത് കാട്ടപരാധം പുറത്ത് കിടന്ന് കാണിച്ച് എന്ത് കോപ്പിലെ പരിപാടിയും കാണിച്ചുകൊണ്ട് ബിഗ് ബോസിൽ പോയി കയറാമെന്നുള്ളൊരു ചിന്ത ഇതിനൊക്കെ ഉണ്ട്. രേണുസുതി കഴിഞ്ഞ സീസണിൽ കയറിയുണ്ടല്ലേ, പുറത്ത് ഇവിടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ എനർജി വെച്ചിട്ട് അകത്ത് കയറിപ്പോയി, എന്നിട്ട് അതേപാടെ തിരിച്ചിറങ്ങി വന്നു, അത് വേറെ കാര്യം. അതുപോലെയാണ് അടുത്ത് ജാസി. ഇവിടെ പുറത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ട് അകത്ത് പോയിട്ട് പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായമാണ്. അവിടെ പോയിട്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ജനങ്ങളുടെ ഈ വെറുപ്പെല്ലാം കൂടി സ്നേഹമാക്കി പിടിച്ചു വാങ്ങാനുള്ള പരിപാടിയാണ്. അത് തന്നെയാണ്, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ആ ഒരു ഒന്നാം തരം ചിമിട്ട് പരിപാടിയാണ് ഇവിടെ ഇപ്പൊ ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് ഒന്ന് മൊത്തത്തിൽ റിവൈൻഡ് അടിച്ചു നോക്കാം, അപ്പൊ കാര്യങ്ങൾ പിടികിട്ടും. ബിഗ് ബോസിൽ കയറാതിരിക്കട്ടെ. കയറി കഴിഞ്ഞാൽ ഇവനെ ഞാൻ വിടത്തില്ല, വാലിച്ച് കയറി ഞാൻ ഒട്ടിക്കും. നീ നല്ലത് ചെയ്താലും എന്റെ പൊന്നളയോ നിന്നെ വെട്ടത്തില്ല. നീ അമ്മാതിരി അവരാതാണ് നീ പുറത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എന്നേക്കും വണക്കം.